ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നെപ്പോളിയൻ്റെ കൂടെ നമ്മൾ വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് ഇന്നലെ രാത്രി നമ്മൾ ഈ റിസോർട്ടിലാട്ടോ സ്റ്റേ അടിച്ചത്. അപ്പോൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ. ഒരു ആക്സിഡൻറ്റ് ഇന്നലെ രാത്രിയാണ് സംഭവിക്കുക. അപ്പം പോലീസുകാരൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി ഇവിടെ ഫ്രണ്ടിൽ സൈഡിൽ പോലീസ് വണ്ടിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വയനാട്ടിലേക്ക് പോകണം. ഇന്നലത്തെ റിസോർട്ടിൽ ഭയങ്കര റെൻറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. ഒരു രാത്രിക്ക് എത്ര പൈസയാണ് ഇവന്മാർ മേടിക്കുന്നത്. നമുക്കിവിടെ ഒരു ബ്ലോഗിംഗ് ഒക്കെ നിർത്തിയിട്ട് നമുക്കിവിടെ ഒരു സ്ഥലം മേടിച്ചാലോ എന്നാലോചിക്കും. ഇവിടെ സ്ഥലം മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസയ്ക്ക് പണിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ച് മടുത്ത് കഴിയുമ്പോഴത്തേക്കും വേണമെങ്കിൽ നമുക്ക് സൈക്കിൾ ഓട്ടി പോകാനുള്ള സൈക്ലിങ്ങിനുള്ള പരിപാടിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈബിൾ ജെറ്റ് സഹോദരങ്ങളുടെ നമ്മുടെ നെപ്പോളിയൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഒന്ന് കാണാം. ഉണ്ടോ, പൊളി മൂഡ് ഉണ്ടോ. വണ്ടി ഫുൾ ആക്റ്റീവ്, ഒരു ഒരു സ്ക്രാച്ച് പോലും ഇല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പെയിൻ്റൊക്കെ അടിച്ച് വണ്ടി പുറത്തിറക്കിയിട്ടുണ്ട്. ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ നമ്മൾ പൊളി മൂടായിരിക്കും. മഴ പെയ്യാൻ തുടങ്ങിയല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് വലിയ മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും വയനാട്ടിലൊക്കെ മൊത്തം ഉരുളോട്ടിലും പരിപാടിയും കാര്യങ്ങളൊക്കെ അല്ലേ. നമുക്ക് ഈ മലയുടെയൊക്കെ ഇടയിൽ കൂടെ പോകുമ്പോൾ അത്ര വിശ്വസിച്ച് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് വലിയ മഴയൊക്കെ വരുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തണം. അപ്പോൾ ഇവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ബസ്സും ഒരു ഓട്ടോറിക്ഷയായിട്ട് ഇടിച്ച് കാറ് മറ്റേ വാനുമായിട്ട് ഇടിച്ചിട്ടുണ്ട്. പോലീസ് വണ്ടിയൊക്കെ അപ്പുറം ഇപ്പുറം എസ്കോർട്ട് വന്ന് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഇന്നലെ രാത്രി ഭയങ്കര മഴയും കാര്യങ്ങളായിരുന്നു. അപ്പം സംഭവിച്ചതായിരിക്കണം. നമ്മൾ ഇന്നലെ അവിടെ റൂമൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് കിടന്നുറങ്ങി. റെസ്റ്റോറൻ്റൊക്കെ അടിപൊളി, റിസോർട്ട് അടിപൊളിയായിരുന്നു. പക്ഷേ റെൻറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര പൈസയാണ്. ഇവിടെ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഏരിയയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഇടിക്കലടാ, വണ്ടി ഇടിക്കലടാ. പെയിന്റ് ഒക്കെ അടിച്ച് ഇറക്കിയുള്ളു ഗൈസ്. അപ്പോഴത്തേക്കും ചെറിയ ആക്സിഡന്റുകൾ. നമ്മുടെ വണ്ടിക്ക് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈലേജ് കൂടാൻ വേണ്ടിയിട്ട് വലി കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് കയറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് അങ്ങ് പോവാം. ഓക്കെ, ഇനി ഒരു വലിയ ഇറക്കം തോന്നുന്നു കണ്ടോ കേട്ടോ. ഞാൻ വയനാട്ടിൽ പോയപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ മാത്രമേ ഇറക്കം ഉണ്ടാകുന്നുള്ളൂ. അങ്ങോട്ട് പോയപ്പോൾ ഇറക്കമില്ലായിരുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് താഴത്തേക്ക് പോകാനുള്ള നമ്മുടെ താഴത്തോട്ടുള്ള വഴി കേട്ടോ. താഴെ കാണുന്നത് അത് പൊളിയായി പോയി കേട്ടോ. ഒന്നും പറയാനില്ല, അടിപൊളി വഴി. ഇപ്പം തീയെ പോവാം. അയ്യോ, മഴ കാരണം ഒന്നും കാണുന്നില്ല. വൈപ്പിറക്കിയിട്ട് അങ്ങ് പോവാം. നല്ല മഴ കേട്ടോ ഗൈസ്.